എന്തിന് സമയമില്ലെങ്കിലും ഉറങ്ങാൻ ചെന്നാൽ ഒരു 5 മിനിറ്റ് ദിക്റും സലാത്തും ചെല്ലാൻ വേണ്ടി ഉപയോഗിക്കുക. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക എന്നാണ്. എങ്ങനെ ഉറങ്ങണ വെച്ചാൽ അങ്ങനെ മരിക്കും. എന്തിനു സമയമില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ അവസ്ഥ എങ്ങനെയാ വെച്ചാൽ ഏത് കാര്യത്തിനും നമുക്ക് സമയം കിട്ടും. 1 മണിയായി 1 മണിക്കൊരു പന്തളി ഉണ്ട് പറഞ്ഞാൽ നമ്മൾ അതും കൂടിയും കാണും. എന്നിട്ട് കിടക്കാനാണ് ചെന്നാൽ വാച്ചിക്കൊരു നോട്ടാണ്. ഒല്ലോ സമയം കുറേ ഇട്ടും ഒരൊറ്റ കിടത്തേക്കാരം. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ ഇട്ടും മരിക്കും. അതുകൊണ്ട് ഉറങ്ങാൻ ചെന്നാൽ കുറച്ചു നേരം നിർബന്ധമാണ്. 5 മിനിറ്റ് മതി. കയ്യിൻ്റെയും കാലിൻ്റെയും മുഖത്തിൻ്റെയും ഭാഗങ്ങൾ, വെളുത്ത പ്രതലങ്ങൾ, ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ, അതായത് മുഖവും കയ്യും കാലും സോപ്പിട്ട് കഴുകിയിട്ടോളുണ്ടാക്കണം. മുഖത്തും കയ്യിലും കാലിലും സോപ്പിട്ട് കഴുകണം. കാരണം ഉറക്കത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എനർജികളെ സ്റ്റോർ ചെയ്യുന്നത് ശരീരത്തിൻ്റെ വെളുത്ത പ്രതലങ്ങളിലൂടെയാണെന്നാണ്. അതുകൊണ്ട് കയ്യും കാലും മുഖവും സോപ്പിട്ട് കഴുകി ഒളു ചെയ്യണം. എന്നിട്ട് കിടക്കാൻ ചെന്ന് വിരിപ്പ് മനോഹരമായി നിവർത്തി വിരിക്കണം. വിരിപ്പ് നന്നായിട്ട് വിരിക്കണം. വിരിപ്പിന് മടക്കുണ്ടാവാൻ പാടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ടൊരു വേദന, ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ട് മേപ്പെട്ടൊരു വേദന. അതിൻ്റെ കാരണം വിരിപ്പിന് മടക്കുണ്ടാവലാകുന്നു. വിരിപ്പ് മടങ്ങണതാ കാരണം. ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരെ ശരീരം പൊട്ടുന്നതിൻ്റെ കാരണം വിരിപ്പിന് മടക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം. എന്നിട്ട് ആ വിരിപ്പിൽ ഇരിക്കണം. ഇരുന്നിട്ട് ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതുക, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഒരു ഖുൽ റബ്ബിൽ ഫലഖ് ഓതുക, ഒരു ഖുൽ റബ്ബിൻ നാസ് ഓതുക. എന്നിട്ട് ഇങ്ങനെ കയ്യിൻ്റെ അടിയിൽ ഊതുക. എന്നിട്ട് തല മുതൽ കാല് വരെ ഒന്നിച്ചിങ്ങനെ തടവുക. എന്നിട്ട് ഒന്നും കൂടിയും ഇഖ്ലാസ് ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഒന്നും കൂടിയും ഖുൽ റബ്ബിൽ ഫലഖ് ഓതുക, ഒന്നുകൂടിയും ഖുൽ റബ്ബിൻ നാസ് ഓതുക. എന്നിട്ട് ഇങ്ങനെ തല മുതൽ കാല് വരെ ഒന്നിച്ചിങ്ങനെ തടവുക. മൂന്നാമത്തെ വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ്, തല മുതൽ കാല് വരെ ഒന്നിച്ചിങ്ങനെ തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മി ചൊല്ലി വലത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് ഖിബിലയിലേക്ക് ചെരിഞ്ഞു കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മൊബൈൽ കളിച്ചാതെ ഉറങ്ങുക. അത് പുതിയ ഷർത്താണ്. നമ്മൾ പള്ളിക്കൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ മൊബൈൽ സൈലൻ്റ് ആക്കുക. പുതിയ വന്നതല്ല, അതേമാതിരി വന്നാണ് പുതിയതൊന്ന്. അങ്ങനെയൊക്കെ തന്നെ കടന്നേക്കിന് കണ്ടുക്കണു കിർണീന്ന് ഫോണ്. എന്താ കാട്ടുക? നീച്ചിരുന്നിട്ട് ഫോൺ എടുക്കുക. എന്നിട്ട് ആയിക്കോട്ടെ, രാവിലെ ഞാൻ വിളിക്കണ്ടിട്ടോ, നാളെ രാവിലെ എന്തായാലും തരാം, പൈസ കൊടുക്കണ്ടേ വാങ്ങിയത്, നാളെ രാവിലെ എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് ആദ്യക്കൊന്ന് ബിസ്മി ചൊല്ലി കിടക്കുക. അതിൻ്റെ മുന്നേ ചൊല്ലിയതൊക്കെ അത് മതി, കുഴപ്പമില്ല. ബിസ്മി ആയിക്കൊന്ന് ചൊല്ലിയിട്ട് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മൊബൈൽ കളിച്ചാതെ ഉറങ്ങുക. അപ്പം കണ്ടുകൊണ്ട് ഡം ഡിഗ എന്ന മെസ്സേജ് വന്നതാണ്. വേഗം നീച്ചിട്ട് ഇങ്ങനെ നോക്കുക. ഇന്നാലില്ലായുടെ സ്റ്റിക്കർ അടിച്ചു വിടുക. ആരോ മരിച്ചതാണേ. എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ആയിക്കൊന്ന് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മൊബൈൽ കളിച്ചാതെ ഉറങ്ങുക തന്നെ. രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ തലയേണ്ട മേലെ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ ആ വീടിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവും, ആ മനുഷ്യനൊരു ഐശ്വര്യം ഉണ്ടാവും. കിടക്കണ നേരത്തെ 5 മിനിറ്റ് സമയം നമ്മൾ ഉപയോഗിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും.